ഹലോ, പുതിയ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വൈജയൻ്റെ ചോദ്യങ്ങളും പറച്ചിലുകളെല്ലാം അതിൽ വിടുന്ന സമയത്ത് നമ്മുടെ മുത്തശ്ശി കുറച്ച് ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്, സദാചാരം കാണിക്കാൻ നീ ആരായിരുന്നടി എന്ന് പറയുന്നുണ്ട്. അതിൽ തരിച്ചു പോയി നിൽക്കുകയാണ് നമ്മുടെ വൈജ. അത് കഴിഞ്ഞ് നമ്മുടെ ബാലൻ വരുമ്പോൾ എണ്ണി എണ്ണി ചോദിക്കാൻ കുറച്ച് കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുന്ന വൈജയൻ്റെ മുന്നിലേക്ക് ബാലൻ ഒരു പാസ്പോർട്ടുമായിട്ട് വരികയാണ്. അങ്ങനെ വൈജ പാസ്പോർട്ട് കണ്ടിട്ട് അന്തം വിട്ട് നിൽക്കുകയാണ്. 1,57,000 രൂപ അലീനേൻ്റെ അക്കൗണ്ടിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. ഇതെന്താണ് ഈ 1,57,000 രൂപ എന്ന് ചോദിക്കുകയാണ് ബാലൻ്റെ അടുത്ത്. അന്നേരം ബാലൻ പറയുന്നുണ്ട് അതൊരു കോമ്പൻസേഷൻ ആണെന്ന് പറയുന്നുണ്ട്. അന്നേരം വൈജ ചോദിക്കുന്നുണ്ട് ഇത് എന്തിൻ്റെ കോമ്പൻസേഷൻ ആണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബാലൻ പറയുന്നുണ്ട് അതിനകത്തൊരു കട ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന്. രണ്ടു പേർക്കും കാര്യം മനസ്സിലായിട്ടില്ല. അലീനയ്ക്കും മനസ്സിലായിട്ടില്ല, വൈജയ്ക്കും മനസ്സിലായിട്ടില്ല. അതായത് അലീനയ്ക്ക് അറിയില്ലല്ലോ, കാര്യങ്ങളെല്ലാം ബാലൻ മനസ്സിലാക്കിയ കാര്യം അലീനയ്ക്ക് അറിയില്ല. അതുകൊണ്ട് രണ്ടു പേർക്കും കാര്യം മനസ്സിലാവാതെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് വൈജ അലീനേൻ്റെ അടുത്ത് പറയുന്നുണ്ട് കത്രികയായിട്ട് കസേരൻ്റെ മുകളിൽ കയറാൻ നിനക്ക് വട്ടായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്, ക്യാഷ് പോയതിൻ്റെ സങ്കടത്തിൽ. അപ്പോൾ അലീന പറയുന്നുണ്ട് എനിക്കല്ലായിരുന്നു വട്ട്, മാഡത്തിൻ്റെ മകനായിരുന്നു വട്ട് എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് സത്യങ്ങളെല്ലാം മുത്തശ്ശിയുടെ മുന്നിൽ പറയുന്ന അലീനയാണ് കാണിക്കുന്നത്. അലീന പറയുന്നുണ്ട് അവന്മാരുടെ മുന്നിൽ തോറ്റു പോവാതിരിക്കാൻ വേണ്ടി കത്രിക എടുത്ത് ഞാൻ എൻ്റെ വയറ്റത്ത് സ്വയം കുത്തിയിറക്കി എന്ന് പറയുന്നുണ്ട്. മുത്തശ്ശി അത് കേട്ട് ആകെ പേടിച്ച് വായം പൊത്തി കിടക്കുന്നതാണ് കേട്ടോ കാണുന്നത്. മുത്തശ്ശി ഒന്നും പറയുന്നതായിട്ട് കാണിക്കുന്നില്ല. ആകെ തരിച്ചു പോയൊരു മുത്തശ്ശിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ വൈജയും അലീനയും തമ്മിലുള്ള ഒരു സംസാരമാണ് കാണിക്കുന്നത്. അലീന അമ്മയാണല്ലോ, അതുകൊണ്ട് തന്നെ പോയി ചോദിക്കുന്നുണ്ട് മേഡത്തിന് എന്തിനാണ് എന്നോട് ഇത്രയും ദേഷ്യം, എന്തിനാണ് എന്നോട് ഇങ്ങനെ ക്രൂരത കാണിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വൈജ പറയുന്നുണ്ട് എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീന ഒരുപാട് സങ്കടത്തോടെ അവിടെ നിന്നുകൊണ്ട് പറയുകയാണ് ചെയ്യാത്ത കുറ്റത്തിന് മറ്റുള്ളവരെ പഴിക്കുമ്പോൾ ഒരു ആത്മപരിശോധന നടത്തുന്നത് നല്ലതായിരിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ അവനാൻ അത്രയ്ക്കും പെർഫെക്റ്റ് ആയിരുന്നോ എന്നൊന്ന് ആത്മപരിശോധന നടത്തുന്നത് നല്ലതായിരിക്കും എന്ന് പറയുകയാണ്. അപ്പോൾ പ്രൊമോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.